ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് അരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2ാം വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് DD ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി. जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था। अभी दोबारा जब हम लोगों ने री-नीट की घोषणा किया है और री-नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है। इस काम पे सभी का सहयोग हम अपेक्षा रखते हैं. CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21-നാണ് പരീക്ഷ. 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നിയമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക
ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ED റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ VD സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ US മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. LPG ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല യോഗത്തിനു ശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक LPG सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें. മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ 3 വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ-18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുഷ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിൽ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74,776-ലും നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23,548-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.